വർക്ക് ഡൺ ഇൻ എ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ 0 ആണ്, എന്തുകൊണ്ട് അഡിയാബാറ്റിക് പ്രോസസ്. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും CVN ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ദാറ്റ് ഇസ് വർക്ക് ഡൺ അഡിയാബാറ്റിക്. ഈ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ ഇത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. സി വിയുടെ പകരം നമുക്കൊരു കാര്യം അറിയാം, CP മൈനസ് CV ഇസ് ഈക്വൽ ടു R, റൈറ്റ്? സോ CP മൈനസ് R ഇസ് ഈക്വൽ ടു CV. ഒന്ന് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, CP ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, CV ഡിവൈഡ് ചെയ്യുക. CV ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഗാമയാവും മൈനസ് R by CV is equal to 1, and we could say that CVയുടെ വാല്യൂ നമുക്ക് എന്താ R ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ അത് തന്നെയാണ് പരിപാടി. CVയുടെ പകരം R മൈനസ് ഗാമ മൈനസ് 1 എഴുതി, പിന്നെ ഡെൽറ്റ ടി T2 മൈനസ് T1. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, ഇവിടെ PV is equal to nRT എന്ന ഇക്വേഷൻ പോയി കണ്ടു. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ കൊടുത്ത എക്സ്റ്റേണൽ പ്രഷർ ആയാലും ഇന്റേണൽ പ്രഷർ ആയാലും അത് നമ്മുടെ P ഗ്യാസിന് ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്. റിവേഴ്സിബിൾ പ്രോസസ്സിൽ P എക്സ്റ്റേണൽ is equal to P ഗ്യാസ് ആൻഡ് ഇറ്റ് ഈസ് വേരിയബിൾ. അതുകൊണ്ട് നമുക്ക് ഇന്റേണൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P2 V2 മൈനസ് P1 V1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഈ 3 ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഏതെങ്കിലും ടേം കിട്ടണമെങ്കിൽ നമുക്ക് എന്താ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉപയോഗിക്കാം. P raised to gamma is equal to constant, T into V raised to gamma minus 1 is equal to constant, പിന്നെ P raised to 1 minus gamma, T raised to gamma അതും കോൺസ്റ്റൻ്റ് ആണ്, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻ അഥവാ ഈ രീതിയിൽ എന്താണ് 8 ലിറ്റർ കിട്ടി നമുക്ക് ജൂളിലേക്ക് മാറ്റണമെങ്കിൽ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ജൂളിലേക്ക് മാറും. ബാർ ലിറ്റർ ആണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അന്നേരം ജൂളിലേക്ക് മാറും. ഓക്കെ, ഇത്രയും ഇൻഫോർമേഷൻസ് ആയി. ഇനി അഡിയാബാറ്റിക് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിലോ, ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. NCV ഡെൽറ്റ ടി അപ്ലൈ ചെയ്യാൻ പറ്റും. CVയുടെ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, R മൈനസ് ഗാമ മൈനസ് 1 ഡെൽറ്റ ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അതിവിടെ ഉപയോഗിക്കാം. പിന്നെ ഈ ഇക്വേഷൻ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ P എക്സ്റ്റേണൽ ഒരിക്കലും P ഗ്യാസിന് ഈക്വൽ ആവുന്നില്ല. ഇതാണ് റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ പ്രത്യേകത. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്ന പോലെ മൈനസ് P ഇൻറ്റു എക്സ്റ്റേണൽ ഇൻറ്റു DV. അതാണ് എപ്പോഴും ഉള്ള ഒരു ഫോർമുല. ഏറ്റവും നോർമലായിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണല്ലോ. ഇപ്പോൾ മൈനസ് P എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് P2 എന്ന് പറയാൻ പറ്റും. എപ്പോഴും ഫൈനൽ പ്രഷറാണ് നമ്മൾ എക്സ്റ്റേണൽ പ്രഷറായിട്ട് എടുക്കാം. P2 ഫൈനൽ പ്രഷർ ആണെങ്കിൽ നമുക്ക് ഫൈനൽ പ്രഷറായിട്ട് എടുക്കാം. ഇനി ഇവിടെ അഥവാ ടെമ്പറേച്ചർ 2 നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് T raised to gamma is equal to constant ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സിനുള്ളതാണ് ആ പറഞ്ഞ കണ്ടീഷൻസ്. അങ്ങനെയാണ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എന്ത് വെച്ചാൽ ഇവിടെ നമുക്ക് CV T2 മൈനസ് T1 ഇസ് ഈക്വൽ ടു ഇത് മൈനസ് P2 ഇൻറ്റു V2ന് പകരം നമുക്കറിയാം V2യുടെ പകരം നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും. V2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ഗ്യാസ് ആണ്, അല്ലേ? വോളിയം ഓഫ് ദി ഗ്യാസ് ആണ് സ്വാഭാവികമായിട്ടും. അപ്പം ഗ്യാസിൻ്റെ വോളിയം നമുക്ക് PV is equal to nRT എന്ന ഫോർമാറ്റിൽ എഴുതിക്കൂടെ, സുഖമായിട്ട് എഴുതാം. PV is equal to nRT, that is V2 is equal to nRT by P എന്ന രീതിയിൽ വരും. സോ V2 is equal to nRT by P2, nRT by T1 by P1. ഇവിടുന്ന് T2 T1 അറിയാം, P2 P1 ഗിവൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് T2യുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അതാണ് മെത്തേഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാം അതിൽ നോക്കാം. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1000 ലിറ്റർ ആണ്. അപ്പോൾ 1000 ലിറ്റർ നിയോൺ ഗ്യാസ് ഉണ്ട്. നിയോൺ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മോണോട്ടോമിക് ആണ്. ഓക്കെ, അത് 273.2 കെൽവിൻ ഉണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്. ഇതാണ് കണ്ടെത്താൻ പറയുന്നത് ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷനിലുള്ള ഫൈനൽ വോളിയം വർക്കുമാണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, സോ ആദ്യം വർക്ക് കണ്ടെത്തേണ്ട പരിപാടി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് P1 is equal to 10 ATM ഗിവൺ ആണ്. P2യുടെ വാല്യൂ തന്നിട്ടുണ്ടോ? 1 ATM ഗിവൺ ആണ്. ഐസോതെർമൽ റിവേഴ്സിബിൾ. V1യുടെ വാല്യൂ തന്നിട്ടുണ്ട്, T1യുടെ വാല്യൂ തന്നിട്ടുണ്ട്, T2യുടെ വാല്യൂ തന്നിട്ടില്ല. ആൻഡ് വി നോ ദാറ്റ് വാട്ട് ഈസ് ദി വാല്യൂ മൈനസ് nRT, വർക്കിൻ്റെ വാല്യൂ കേട്ടോ, മൈനസ് nRT ln P1 by P2 എന്നാണ്, റൈറ്റ്? ടെമ്പറേച്ചർ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. മോൾസ് കണ്ടെത്തണം എന്ത് ചെയ്യും? മോൾസ് കണ്ടെത്തുന്ന ഒരു പരിപാടിയുണ്ട്. മോൾസ് കണ്ടെത്തണമെങ്കിൽ മോൾസ് ഓഫ് ഗ്യാസ് ആണ്. മോൾസ് ഓഫ് ഗ്യാസിൻ്റെ PV is equal to nRT അപ്ലൈ. PV is equal to nRT വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. സോ N is equal to ഇനീഷ്യൽ PV ഡിവൈഡ് ബൈ P1 V1. ഇനീഷ്യൽ ആയിട്ടുള്ള കേസിലാണ് മോൾസ് ഉള്ളത്, അല്ലേ? R ഇൻറ്റു ടെമ്പറേച്ചർ ഇനീഷ്യൽ. ഇത് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വാല്യൂസ് കൊടുത്തിട്ട് V1 വന്നിട്ടുണ്ട്, R വന്നിട്ടുണ്ട്, T1 വന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോൾസ് കിട്ടും. ഓക്കെ, അപ്പോൾ മോൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വർക്ക് ഡണ്ണും കിട്ടും. കാരണം P1 P2 ഗിവൺ ആണ്. ശരി, ഇനി T2 ഫൈനൽ ടെമ്പറേച്ചർ കിട്ടണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാസിൻ്റെ വോളിയമാണ്, റൈറ്റ്? ഫൈനൽ വോളിയം ഓഫ് ദി ഗ്യാസ് ആണ് കണ്ടെത്താൻ പറയുന്നത്. സോ ഫൈനൽ വോളിയം ഓഫ് ദി ഗ്യാസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം അറിയാം, PV is equal to nRT ഇവിടെ അപ്ലിക്കബിൾ ആണ്. കാരണം എന്താണ്, എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും? കാരണം ദിസ് ഇസ് റിവേഴ്സിബിൾ പ്രോസസ്. ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് എന്നാണ് എക്സ്പാൻഷൻ. അപ്പോൾ അങ്ങനെ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ വി കുഡ് സേ ദാറ്റ് P1 V1
ഈസ് കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് ബി ടു വി കൊണ്ട് വാല്യൂ വി കൊണ്ട് വാല്യൂ വി ടുയുടെ വാല്യൂ മാത്രം അറിയില്ല, കണ്ടെത്താൻ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. ഫൈനൽ വോളിയം കിട്ടും. ഫൈനൽ വോളിയം കിട്ടി വേണമെങ്കിൽ വർക്ക് ഡൺ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടെത്തിയുള്ളൂ. ഇനി അടുത്ത അഡിയബാറ്റിക് റിവേഴ്സിബിൾ എക്സ്പാൻഷനുള്ള വർക്ക് ഡണും ഫൈനൽ വോളിയം കണ്ടെത്താം. റിവേഴ്സിബിൾ എക്സ്പാൻഷനാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർക്ക് ഡൺ കിട്ടണം. വർക്ക് ഡൺ കിട്ടണമെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ മൈനസ് അല്ലേ എൻ സി വി ഡെൽറ്റ ടി ഉണ്ട്. ഡെൽറ്റ ടിക്ക് T2 - T1 തന്നിട്ടില്ല. പിന്നെ എന്താണത്? എന്താണ് എൻ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഏതൊക്കെ ഇക്വേഷൻസ് ഇതാണ്? എൻ ആർ ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഗാമ -1 ഉണ്ട്. ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? ഉണ്ട്. സി പി തന്നിട്ടുണ്ട്. സി പി ഇട്ടിട്ട് സി വി കിട്ടും. സി വി ഇട്ടിട്ടുണ്ടെങ്കിൽ സി പി ബൈ സി വി ആയിട്ടുള്ള ഗാമയുടെ വാല്യൂ വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അത്ര ഇൻഫോർമേഷൻസ് അറിയാം. ഇനി ഫൈനൽ വോളിയം കിട്ടണമെങ്കിൽ ദിസ് ഇസ് അഡിയാബാറ്റിക് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ. സോ വി കുഡ് സേ ദാറ്റ് ഇനീഷ്യൽ ടെമ്പറേച്ചർ അറിയാവോ? അറിയാം. ഫൈനൽ ടെമ്പറേച്ചർ അറിയാവോ? ഇല്ല. ഫൈനൽ വോളിയം അറിയാവോ? ഇല്ല. ഇപ്പം എന്താ കിട്ടുക? P1 ഫൈനൽ പ്രഷർ അറിയാം. സോ P1 is to gamma is a constant that is equal to P1 V1 raised to gamma is equal to P2 V2 raised to gamma എന്ന രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനെ V2യുടെ വാല്യൂ വളരെ സിമ്പിളായിട്ട് കിട്ടും. കാരണം P1 P2 അറിയാം, V2 അറിയില്ല. പക്ഷേ ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? വർക്ക് ഡൺ. വർക്ക് ഡണ്ണിന് നമുക്ക് വോളത്തിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം P1 V1 - P2 V2 ഡിവൈഡ് ബൈ ഗാമ -1. ഇപ്പോൾ എല്ലാ ഇൻഫോർമേഷൻസായി സുഖമായിട്ട് വർക്ക് ഡൺ നടത്താൻ പറ്റും അഡിയാബാറ്റിക് റിവേഴ്സിബിൾ എക്സ്പാൻഷനിൽ. ഓക്കെ, സോ അത് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. ഇനി ടെമ്പറേച്ചർ T2 അത് കിട്ടണമെങ്കിൽ വല്ല മെത്തേഡ് ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഇത് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഓക്കെ, അപ്പം P2 എന്ന് പറഞ്ഞാൽ P ഗ്യാസ് തന്നെയാണ്. കറക്റ്റ് ആണല്ലോ? ആണ്. ദാറ്റ് മീൻസ് വി കുഡ് സേ ദാറ്റ് PV is equal to nRT. P എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ അത് അഡിയാബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് അത് തന്നെയാണ് ഇൻറ്റേർണൽ ഗ്യാസ്. V1 അറിയാം, V2 അറിയാം. T2 കിട്ടണമെങ്കിൽ P1 അറിയാം, P2 അറിയാം, V2 അറിയാം. ഇപ്പോൾ V2 കണ്ടെത്തിയുള്ളൂ. N അറിയാം, R അറിയാം. T2 വളരെ സിമ്പിളായിട്ട് കിട്ടാൻ പറ്റും. T2 വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അത് കിട്ടുവാണെങ്കിൽ ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ T2 കിട്ടി കഴിഞ്ഞാൽ പിന്നെ NCV ഡെൽറ്റ ടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എന്ത് വർക്ക് ഡൺ? അഡിയാബാറ്റിക് റിവേഴ്സിബിൾ ആണെങ്കിൽ. ഈ അഡിയാബാറ്റിക് ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ കഥ നമുക്ക് നോക്കാം. ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ P എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും P ഗ്യാസിന് ഈക്വൽ ആവുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് PV is equal to nRT എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ P ഗ്യാസാണ്. ഓക്കെ, P ഗ്യാസിൻ്റെ വാല്യൂ അതേപോലെ ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസാണ് നമുക്ക് കിട്ടാൻ. ഓക്കെ, ഇവിടെ നിന്ന് എന്താ കിട്ടുക? ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസാണ് കിട്ടാൻ. ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസാണോ വേണ്ടത്? അല്ല, ടെമ്പറേച്ചർ ഓഫ് ദി പുറത്തുള്ള ഭാഗത്തിൻ്റെ അല്ലേ, എക്സ്റ്റേണൽ അതിലെ ടെമ്പറേച്ചറാണ് തന്നിട്ടുള്ളത്. എന്താണ് അറ്റ് 273.2 കെൽവിൻ എന്ന് പറഞ്ഞാൽ അത് പുറത്തുള്ള ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് ഇട്ടിട്ട് എന്തുണ്ടാക്കാനാണ്? അതൊരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം V2 കിട്ടണം. ഓക്കെ ഫൈൻ. V2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? V2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ഗ്യാസ് ആണ് സ്വാഭാവികമായിട്ടും. റൈറ്റ്, വോളിയം ഓഫ് ദി ഗ്യാസ് ആണെങ്കിൽ NR T2 ഡിവൈഡ് ബൈ P2 ഉപയോഗിച്ചൂടെ? ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. T2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ സെക്കൻഡ് അറിഞ്ഞൂടാലോ? അറിയില്ല. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ 2 അറിയില്ലെങ്കിൽ V2 is equal to nRT. ഈ T2 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ആണ്. നമുക്ക് കൂട്ടാം, കുഴപ്പമില്ല. T2 അറിയാം, T2 അറിഞ്ഞൂടാ. T2 കൂട്ടണമെങ്കിൽ വല്ല മെത്തേഡ് എന്തെങ്കിലും ഉണ്ടോ? T2 is equal to ഈ ഇക്വേഷനാണ്. V2യുടെ വാല്യൂ അറിയില്ല. അപ്പോൾ T2 കിട്ടാൻ വലിയ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ടോ ചിന്തിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. T2 കിട്ടാൻ നമുക്ക് TV റെസ്പെക്ട് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടെക്നിക്ക് ഉപയോഗിക്കും. ദാറ്റ് ഈസ് NCV delta T, that is 3/2 into R into delta T, that is T2 - T1 is equal to external pressure, that is P2 യുടെ value minus P external കേട്ടോ, minus P external into RT 2/1. ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ T2 മാത്രം ഒറ്റയ്ക്ക് കിട്ടും. T2 കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും V1 കിട്ടും. V1 കിട്ടിക്കഴിഞ്ഞാൽ എനിവേസ് ഇതാണ് നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? NCV ഡെൽറ്റ T ആണ്. T2 കിട്ടി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡിയാബാറ്റിക് ഇറിവേഴ്സിബിൾ വർക്ക് നമുക്ക് സുഖമായിട്ട് നടത്താൻ പറ്റും. ഓക്കെ, അഡിയാബാറ്റിക് ഇറിവേഴ്സിബിൾ കിട്ടി. പിന്നെ നമുക്ക് ലിറ്ററിനെ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ. ഓക്കെ, 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1000 ലിറ്ററാണ്. ദാറ്റ് മീൻസ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/1000. സോ 1/1000 ഡിവൈഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. നമുക്ക് ജൂൾസിൽ എന്താ വേണ്ടത് അതിൻ്റെ ടേമിൽ കിട്ടും സുഖമായിട്ട്. ഓക്കെ, ഇവിടെ കിട്ടിയ ഓരോ ഐസോതെർമൽ റിവേഴ്സിബിൾ ആയിക്കോട്ടെ, അഡിയാബാറ്റിക് റിവേഴ്സിബിൾ ആയിക്കോട്ടെ, അഡിയാബാറ്റിക്
റിവേഴ്സിബിൾ ആയിക്കോട്ടെ, അതിലൊക്കെ കിട്ടിയ വർക്കിനാണെന്ന് നോക്കി നോക്കുക. ഏറ്റവും കൂടുതൽ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിലാണെന്ന കാര്യം മനസ്സിലാക്കുക. എല്ലാ എക്സ്പാൻഷൻ ആട്ടോ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ അഡിയാബാറ്റിക് റിവേഴ്സിബിൾ പ്രോസസ് ടി വി റേസ് ടു ഗാമ ഇസ് കോൺസ്റ്റന്റ്, ദ ഗ്യാസ് ഈസ് ദാറ്റ് ഈസ് ടി വി റേസ് ടു ഗാമയാണ്, അതാണ് ഗാമ, അല്ലാണ്ട് ഗാമ മൈനസ് 1 ആണ്, ഗാമ മൈനസ് 1 ആണ്. സോ ഗാമ മൈനസ് 1 ഇസ് ഇക്വൽ ടു 1/3. സോ ഗാമ ഇസ് ഇക്വൽ ടു 4/3, ആൻഡ് 4/3 എന്നാണ് പോളി അറ്റോമിക് ഗ്യാസ് ആണ്. സോ പോളി അറ്റോമിക് ഗ്യാസിൻ്റെ പോയിസൺ റേഷ്യോ ആണ്. സോ ഇയാളാണ് പോളി അറ്റോമിക് ഗ്യാസ്. ബാക്കിയെല്ലാം ഇത് മോണോ, ഇത് ഡയാറ്റോമിക് ആണ്. സോ ഓപ്ഷൻ E is correct one. Adiabatic reversible process gas is, so P raised to 1 minus gamma into T raised to gamma is equal to constant because adiabatic reversible ആണ്. That means 7/5 is gamma's value. So if we get this 7/5 is gamma's value, that means it is a diatomic gas. Diatomic gas ആരൊക്കെ ഉണ്ട്? O2 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പറയാൻ ഗ്യാസ് O2 എന്ന് പറയാൻ പറ്റും. ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക് സ്ലോപ്പിൻ്റെ പി വി ഗ്രാഫ്. ഇനി നമുക്ക് സ്ലോപ്പ് ഈ പറഞ്ഞ രണ്ടുപേരാണെങ്കിൽ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നോക്കണം. നമുക്കറിയാം ഐസോതെർമൽ ആണെങ്കിൽ പി വി ഇസ് കോൺസ്റ്റന്റ് ബിക്കോസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പി വി കോൺസ്റ്റന്റ്. ഓക്കെ, പി വി കോൺസ്റ്റന്റ് ആണ്. ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡി പി ബൈ ഇതിൻ്റെ ടേംസിൽ ഡി വിയുടെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ പി പുറത്തോട്ടേക്ക് വരും. ആ രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡി പി ബൈ ഡി വിയുടെ വാല്യൂ മൈനസ് പി ബൈ വി ആണ്. ദാറ്റ് മീൻസ് ഒന്നാമത്തെ കാര്യം ഇതൊരു എന്താണ് ഇങ്ങനെ ഡിക്രീസിങ് സ്ലോപ്പിൻ്റെ ഗ്രാഫാണ്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെ ഉണ്ടാവുക, കാരണം പി ബൈ വി എന്ന് പറഞ്ഞാൽ പി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും. സോ ഡിക്രീസിങ് സ്ലോപ്പ് ഈ രീതിയിൽ ഉണ്ടാവും, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടാവും. അടുത്തത് ഡി പി ബൈ ഡി വിയുടെ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡി പി ബൈ ഡി വി ഇസ് ഇക്വൽ ടു ഏതാട്ടോ അഡിയാബാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് ആട്ടോ. അഡിയാബാറ്റിക് റിവേഴ്സിബിൾ ആയിക്കോട്ടെ ഇറിവേഴ്സിബിൾ ആയിക്കോട്ടെ, അല്ല റിവേഴ്സിബിൾ ആട്ടെ, റിവേഴ്സ് മാത്രമേ പി വി എസ് ഗാമ കോൺസ്റ്റന്റ് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ ഐസോതെർമൽ റിവേഴ്സിബിൾ തന്നെയാണ്. ഇവിടെ എന്തോ ആവാം കേട്ടോ, ഇവിടെ വേണമെങ്കിൽ റിവേഴ്സിബിൾ ആവാം അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആവാം, അതൊരു വിഷയമല്ല. ഇവിടെ എന്തായാലും ഡെഫിനറ്റ്ലി റിവേഴ്സിബിൾ ആണ്, കാരണം ആ ഇക്വേഷനാണ് ഈ പി വി എസ് ഗാമ കോൺസ്റ്റന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്തി നമുക്ക് എന്താ ഡി പി ബൈ ഡി വി കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ഐസോതെർമൽ ഗ്രാഫിനേക്കാളും എന്താണ് ഗാമ ടൈംസ് കൂടുതലാണ് എന്ത് നമ്മുടെ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ സ്ലോപ്പ് എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് വെച്ചാൽ 1 മുതൽ 2 വരെ. അപ്പം ഏറ്റവും കൂടുതൽ സ്ലോപ്പുള്ള ആൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അഡിയാബാറ്റിക് പ്രോസസ് ആയിരിക്കും. കാരണം എന്താ, അയാൾക്ക് ഗാമ ഉണ്ട്, ഒരു എക്സ്ട്രാ ഗാമയും കൂടി ഇവിടെ വെറും -1 ഉള്ളൂ. സോ ഗാമ ഉണ്ടെങ്കിൽ കൂടുതൽ സ്റ്റീപ്പറാവും ഗ്രാഫ്, കൂടുതൽ സ്റ്റീപ്പറാവെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അടിയിലുള്ള ഗ്രാഫ് കുറച്ചുകൂടി സ്ലോപ്പ് കൂടിയ ഗ്രാഫ് അഡിയാബാറ്റിക് ആയിരിക്കും. ഐസോതെർമൽ മുകളിലുള്ള ഗ്രാഫ് ആയിരിക്കും. ഒരു V1 V2 വരെ ഒരു കേർവ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. പിന്നെ എന്താ മനസ്സിലാക്കണം, വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഡിയാബാറ്റിക് ഗ്രാഫ് ഐസോതെർമലിന് ആകെ ഒരു എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് സ്ലോപ്പ്, എപ്പോഴും ഒരേ കോൺസ്റ്റൻ്റ് ആണ് സ്ലോപ്പ്, ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഒരു പർട്ടിക്കുലർ റിയാക്ഷന്. പക്ഷേ അഡിയാബാറ്റിക്കിന് ഗ്യാസസ് ഇപ്പോൾ അഥവാ ഡയോട്ടോമിക് ആണെങ്കിൽ അല്ല മോണോട്ടോമിക്കിന് കൂടുതൽ ഗാമയുടെ വാല്യൂ കൂടുതലാണ്. അതേപോലെ ഡയോട്ടോമിക്കിന് മോണോട്ടോമിനേക്കാളും കുറച്ച് കുറവാണ്. പോളിയോട്ടോമിക്കിന് ഗാമയുടെ വാല്യൂ ഇവ രണ്ടാളേക്കാളും കുറച്ച് കുറവാണ്. ഇങ്ങനെയുള്ള സമയത്ത് കുറയുന്ന സമയത്ത് ഗാമയുടെ വാല്യൂ കുറയുന്ന സമയത്ത് സ്ലോപ്പിൻ്റെ വാല്യൂ ചെറുതായിട്ട് കുറയുന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ ഐസോതെർമൽ പ്ലസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഏറ്റവും സ്ലോപ്പ് കുറഞ്ഞത് നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാൻ പറ്റും. എക്സ്പാൻഷൻ എന്തുകൊണ്ട് V1 മുതൽ V2 വരെ ഇങ്ങനെ പോകുന്നുണ്ട്, കൂടുന്നുണ്ട്, വോളിയം കൂടുന്നുണ്ട്. ശരി, മോർ ഗാമയാണെങ്കിൽ മോർ സ്ലോപ്പ് എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും മേ ബി അതൊരു പോളി അറ്റോമിക് എന്ന് പറയാൻ പറ്റും. 1 മുതൽ 2 വരെ. 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മേ ബി കുറച്ച് ഇതിനേക്കാളും കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡയോട്ടോമിക് ആണ്. ഇയാൾ നമുക്ക് മോണോട്ടോമിക് എന്ന് പറയാൻ പറ്റും. കാരണം ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ലോപ്പ്, ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ ഗാമയുടെ വാല്യൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഏതാണ് എ ബി എന്തൊക്കെ ആവാന്നുള്ള സാധ്യതകളാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളിപ്പം പറഞ്ഞ പോലെ ഗാമ ആയിരിക്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യം അറിയാം. പിന്നെ കംപ്രഷൻ ആണെങ്കിലും എന്താ നേരെ ഓപ്പോസിറ്റ് വോളിയം. നേരത്തെ ഇങ്ങനെയാണ് ഗ്രാഫ്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഗ്രാഫിൻ്റെ ആ ഒരു സ്ഥാനം ഏത് വോളിയം കൂടുന്ന രീതിയിലാക്കിയാൽ മതി. അന്നേരം സെയിം പരിപാടി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി ഇവിടെ ഒരു കോൺസ്റ്റന്റ് പ്രഷറിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവിടെയാണെങ്കിലും സ്ലോപ്പ് തന്നെയല്ല, വ്യത്യാസമൊന്നും ഇല്ലല്ലോ. സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നോർമലായിട്ട് ഗാമയുടെ വാല്യൂ ആയിരിക്കാണ് കൂടുതൽ, അയാളാണ് അഡിയാബാറ്റിക്. കൂടുതൽ സ്ലോപ്പുള്ള ആൾക്കാർക്കും കൂടുതൽ ഗാമയുടെ വാല്യൂ അഡിയാബാറ്റിക്കിൻ്റെ കേസിൽ. ഓക്കെ, സോ അത്രയുള്ള കൺസെപ്റ്റ് വൈസ് ഇത്രയേ ഉള്ളൂ.